ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വിദേശത്തുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളെ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയൊക്കെ നോക്കിക്കാണാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബി.ജെ.പിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരുന്നു. ഏകദേശം 25-ലധികം വിദേശ രാഷ്ട്രീയ പാർട്ടികളെയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നോക്കിക്കാണാനും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അറിയുന്നതിനും വേണ്ടി ബി.ജെ.പി ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാകിസ്ഥാനിൽ നിന്നുള്ള പാർട്ടികളെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലേക്ക്. 97 കോടി വോട്ടർമാർ, 6 ദേശീയ പാർട്ടികളും 57 സംസ്ഥാന പാർട്ടികളും അടക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2597 രാഷ്ട്രീയ പാർട്ടികൾ. ഉത്സവ അന്തരീക്ഷത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം, ഭാരതത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് മറ്റു രാജ്യങ്ങൾക്ക് ഒരു പഠന വിഷയവും കൗതുകവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് വിവിധ രാജ്യങ്ങളിലെ പ്രധാന കക്ഷികളെ ബി.ജെ.പി ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അമേരിക്കയിലെ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടി, പ്രതിപക്ഷത്തുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി, UK-യിലെ കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടി, ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായ അവാമി ലീഗ് തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾ ഭാരതത്തിലെത്തും. ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാകിസ്ഥാനിലെ രാഷ്ട്രീയ കക്ഷികളെയും ഒഴിവാക്കിയത് ഈ പശ്ചാത്തലത്തിലാണ്. എന്നാൽ അയൽ രാജ്യമായ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉൾപ്പെടെ ക്ഷണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ബംഗ്ലാദേശിലെ പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയെയും ഒഴിവാക്കി. ജനം, ഡൽഹി.